ഓക്കെ, ഹലോ നീറ്റ് ആസ്പിരൻസ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ NTA നീറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ഒഫീഷ്യൽ ന്യൂസ് തന്നിട്ടുള്ളത് അതൊന്നും കൂടെ ബ്രീഫായിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ മെയിൻലി നീറ്റ് ക്യാൻസൽഡ് ആയി, എന്നിട്ട് നീറ്റിൻ്റെ ഡേറ്റ് അനൗൺസ്ഡ് ആയിരുന്നു. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു NTA അതിൻ്റെ ഡേറ്റ് 21 ജൂൺ ആയിരുന്നു, 2 PM to 5:15 PM. ഇതിൽ ആ 15 മിനിറ്റ്സ് എക്സ്ട്രാ നമ്മൾക്ക് വെരിഫിക്കേഷന് വേണ്ടിയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ നോട്ടിഫൈ ചെയ്തു ഒരു ഫ്രഷ് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി എന്തൊക്കെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മതി. എന്നിട്ട് അവരൊരു റീഫണ്ട് പോർട്ടലും ലൈക്ക് ഓപ്പൺ ചെയ്തിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസും മണിയും എല്ലാം റീഫണ്ട് ചെയ്യാൻ. ഓക്കെ, റീഫണ്ട് ഡേറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഐ ഗസ് 27th ആയിരുന്നു. സോ എന്നിട്ട് ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ടിന് പെറ്റീഷൻസ് കിട്ടി തുടങ്ങി NTA അഗേൻസ്റ്റ്. NTA ആസ് എ എക്സാം കണ്ടക്ടിങ് ബോഡി ഫോർ നീറ്റ് നമ്മൾ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് അഗേൻസ്റ്റ് പെറ്റീഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കോർട്ട് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തന്നിട്ടില്ല. ഓക്കെ, സോ കോർട്ടിൽ ഇഷ്യൂസ് ഒക്കെ നോട്ടീസസ് ഒക്കെ വന്നിട്ടുണ്ട് NTA അഗെയിൻസ്റ്റ്. ഓക്കെ, പക്ഷേ എക്സാം ഇപ്പോഴും സെയിം ഡേറ്റിൽ തന്നെയാണ് 21st. അത് ക്യാൻസൽഡ് ആയിട്ടില്ല. പിന്നെ NTA ബോഡി ആസ് എ ബോഡി റിമൂവ്ഡ് ആയിട്ടില്ല ഇതുവരെ. സോ ബേസിക്കലി അങ്ങനെ NTA റിമൂവ് ചെയ്യുന്നതായിട്ട് ഒരു ന്യൂസും വന്നിട്ടില്ല. കോർട്ടിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ബേസിക്കലി. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് തന്നെ വിശ്വസിച്ചുകൊണ്ട് പോവുക. റീനീറ്റ് എക്സാം 21st തന്നെയാണ്, ജൂണിനും. എന്നിട്ട് അതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ കണ്ടിന്യൂ പ്രിപ്പറേഷൻ ഫോർ ദി അനൗൺസ് എക്സാം ഡേറ്റ് 21st വിചാരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു റൂമേഴ്സിലും ഫോളോ ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ ഈ സമയം മൊത്തം റൂമേഴ്സ് ആയിരിക്കും, ഫിയർ മോങ്കറിങ് ആയിരിക്കും, ക്ലിക്ക് ബെയ്റ്റ് തംബ്നെയിൽസ് ഒക്കെ ആയിരിക്കും. സോ റൂമേഴ്സിലൊന്നും ഫോളോ ചെയ്യരുത്. റൂമേഴ്സിലൊന്നും ഫോളോ ചെയ്യൽ. നീറ്റ് ക്യാൻസൽഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ NTA ഇതിൽ തന്നെ നോക്കണം. ഒഫീഷ്യൽ NTA ട്വിറ്റർ ഹാൻഡിലുണ്ട്, Xൽ, അത് നോക്കുക. അല്ലെങ്കിൽ PW നീറ്റ് കേരളയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ കൊണ്ടുവരും. ഓക്കെ, സോ ഇനി ഇത് തന്നെ നിങ്ങൾ ഇനി പോസ്റ്റ്പോൺമെന്റ് ഒന്നും വരാൻ ഇല്ല, 21st എക്സാം എന്ന് വിശ്വസിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. സോ ഇതായിരുന്നു മെയിൻ വീഡിയോൻ്റെ ടോപ്പിക് ഗൈസ്. ഇതിൽ ഇനി അങ്ങനെ എക്സ്ട്രാ ന്യൂസ് ഒന്നും വന്നിട്ടില്ല, ഇത് തന്നെയാണ്. സോ നിങ്ങൾ ഐ അണ്ടർസ്റ്റാൻഡ് നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും ഈ സമയത്ത് നിങ്ങൾ, കാരണം ഇപ്പോൾ നല്ല അൺസർട്ടനിറ്റി ഒക്കെയാണ്. സോ ഈ കോർട്ടിൻ്റെ ഹിയറിംഗ് ഒക്കെ വന്നിട്ട് ലൈക്ക് ഇനി എന്താണ് അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല അല്ലേ. സോ ഇപ്പോൾ നിങ്ങൾ ലോ സ്ട്രെസ്സിലിരിക്കുക, എന്നിട്ട് പ്രിപ്പറേഷനും റിവിഷനും PYQs ഒക്കെ നോക്കുക. നമ്മുടെ PW നീറ്റ് കേരളയിൽ തന്നെ ഇപ്പോൾ നല്ല ലെക്ചേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ലൈവ് ബട്ടൺ പോയി പ്രസ് ചെയ്താൽ അതിൽ കാണാം ഫാക്കൽറ്റീസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയുടെ എല്ലാ ലെക്ചേഴ്സും ഇപ്പോൾ ഉണ്ട്. സോ നിങ്ങൾ ആ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുക. അതിൽ പ്രോബ്ലം സോൾവിങ്ങും ടീച്ചേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് കുറയും. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള കോൺഫിഡൻസും ബൂസ്റ്റ് ആവും. കാരണം ഇപ്പോൾ റിയാലിറ്റി എന്തുവാണ്, റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ നീറ്റ് എക്സാം ക്യാൻസലായി ആൻഡ് റാങ്ക് റീനീറ്റിംഗ് തന്നെയാണ് ഡിസൈഡ് ആവുന്നത്. സോ അസ്യൂം ചെയ്യൂ എക്സാം അതാണെന്ന്, എക്സാം റീനീറ്റ് ആണ് നിങ്ങളുടെ ഫൈനൽ എക്സാം. സോ അതിനുവേണ്ടി ഇനി മാക്സിമം പ്രിപ്പയർ ചെയ്യുക. സോ അത് പറയാനാണ് ഈ വീഡിയോ ഞാൻ വന്നത്. സോ അത്രയും. താങ്ക് യു.